ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. ഫിലോസഫി എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റാണ് ഞാൻ എടുക്കുന്നത്. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അതിനകത്ത് ഫിലോസഫിയുടെ എറ്റമോളജിക്കൽ ആൻഡ് ജനറൽ മീനിങ്, മേജർ ഡെഫിനിഷൻസ്, മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ്, അതായത് ആക്സിയോളജി, മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ദെൻ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി, ഫങ്ഷൻസ് ഓഫ് ഫിലോസഫി, ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിലോസഫി എന്നൊക്കെ, പക്ഷെ അതിന് എന്തിനിപ്പോൾ നമ്മുടെ പേരിനായാൽ പോലും ഒരു മീനിങ് ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ അതിൻ്റെ മീനിങ് എന്താ. അപ്പോൾ അതുപോലെ ഫിലോസഫി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് വന്നത്, അതിനെന്താണ് മീനിങ്, ഫിലോസഫീനെ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി. Philosophy is the study that seeks to understand the mysteries of existence and reality. അതായത് ഉള്ളതായ കുറച്ച് കാര്യങ്ങൾ, റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എക്സിസ്റ്റൻസ് നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്തെല്ലാം ഒരു മിസ്റ്റീരിയസ് തിങ് ഉണ്ട്, എന്തൊക്കെയോ നമുക്ക് അറിയില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സ്റ്റഡീനെയാണ് നമ്മൾ ഫിലോസഫി എന്ന് പറയുന്നത്. ട്രൈസ് ടു ഡിസ്കവർ ദ നേച്ചർ ഓഫ് ട്രൂത്ത് ആൻഡ് നോളജ് ആൻഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ഓഫ് ബേസിക് വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ ലൈഫ്. It also examines the relationship between humanity and nature and between the individual and society. അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്, അതായത് ഒരു മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അയാളും സൊസൈറ്റിയും സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. അതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫിക്ക് മെയിനായിട്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് എയിംസ് ആണുള്ളത്. ഇറ്റ് ട്രൈസ് ടു ഗിവ് എ പേഴ്സൺ എ യൂണിഫൈഡ് വ്യൂ ഓഫ് ദ യൂണിവേഴ്സ് ഇൻ വിച്ച് ഹീ ലിവ്സ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി താമസിക്കുന്ന അയാളുടെ ലോകത്തെക്കുറിച്ച് അയാൾക്ക് ഒരു അറിവ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തു പറയുക, ഫിലോസഫി, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന അതാണ് ഫിലോസഫിയുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. ഇറ്റ് സീക്സ് ടു മേക്ക് എ പേഴ്സൺ എ മോർ ക്രിറ്റിക്കൽ തിങ്കർ ബൈ ഷാർപ്പനിങ് ഹിസ് എബിലിറ്റി ടു തിങ്ക്. അതായത് ഒരു മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വാട്ട്, ഹൗ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അതിനെല്ലാം അങ്ങനെ ചിന്തിക്കാനായിട്ടൊരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നതിനെയാണ് നമ്മൾ ഫിലോസഫി എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഫിലോസഫിക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഫിലോസഫി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻസ് ആയിരിക്കും ഇത്രയൊക്കെ വായിച്ചു കേട്ടതെന്ന്. ശാസ്ത്രീയമായോ നിരീക്ഷണത്തിലൂടെയോ കണിശമായി വിശദീകരിക്കാൻ സാധിക്കാത്ത പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള യുക്തിപൂർവകമായ പഠനമാണ് തത്വചിന്ത അഥവാ തത്വശാസ്ത്രം. ഫിലോസഫീനെ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് തത്വചിന്ത അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്ന്. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്, നമുക്ക് കറക്റ്റായിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല കുറേ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്കതിന് അത്രയും വിശദീകരിച്ച് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ യുക്തിക്കപ്പുറമാണ്, നമ്മുടെ ചിന്തകൾക്കപ്പുറമാണെന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. തത്വങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രം എന്ന തത്വശാസ്ത്രത്തെ പൊതുവെ നിർവചിക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ് തത്വശാസ്ത്രം എന്ന ഗണത്തിൽ വരിക എന്ന് കൃത്യമായ നിർവചനം അസാധ്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഫിലോസഫി, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് ഫിലോസഫി എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഫിസിക്സോ കെമിസ്ട്രി അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് കെമിസ്ട്രിക്ക് മാത്രം ഉള്ളതാണ്, അല്ലെങ്കിൽ ഇത് കെമിസ്ട്രിയിൽ മാത്രമേ വരൂ, വേറൊരു സബ്ജക്റ്റിൻ്റെ ഹെൽപ്പ് നമുക്ക് വേണ്ട, ഫിസിക്സ് അവിടെ ഹെൽപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ മാത്സിൻ്റെ സഹായം നമുക്ക് ആവശ്യമില്ല ആ ഒരു കാര്യം ഡിഫൈൻ ചെയ്യാനെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരിക എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാനൊന്നും പറ്റില്ല. വളരെ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ അർത്ഥശാസ്ത്രം തത്വശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് പറയാം. ഒരാളുടെ ആശയങ്ങൾ മറ്റൊരാൾക്ക് ശരിയാണെന്ന് തോന്നണമെന്നില്ല. അപ്പോൾ ഞാൻ ഫിലോസഫിയെക്കുറിച്ച് ഇത്രയധികം നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന 55 പേർക്കും അത് വേറെ രീതിയിലായിരിക്കാം തോന്നുന്നത്. ഇപ്പോൾ എന്നേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടീച്ചറാണ് പറഞ്ഞു തരുന്നതെങ്കിൽ ആ ടീച്ചർക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ അത് വിശദീകരിച്ചത് അങ്ങനെ ആയിരിക്കണമെന്നുണ്ടാവില്ല. അപ്പോൾ
എന്താ പറയുക, നമ്മുടെ ആശയങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് അല്ല, ഒരു ഓഫ്ലൈൻ മോഡിലാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നതെങ്കിൽ ഞാൻ ഫിലോസഫി എന്നിങ്ങനെ പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ 55 പേരിലും ഉരുത്തിരിയുന്ന ആശയങ്ങൾ 55 രീതിയിലുള്ളതായിരിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് കുറച്ചുകൂടി ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടൊക്കെ മാറും. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും എന്താണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരാൾ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഈ ടോപ്പിക്സിനെ കുറിച്ച് എക്സാമിനൊക്കെ എഴുതാൻ വരുമ്പോൾ പറ്റുന്നത്. അപ്പോൾ ഒരാളുടെ ആശയങ്ങൾ മറ്റൊരാൾക്ക് ശരിയാണെന്ന് തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആശയ സംഘടനകളിലെ കൊടുക്കലും വാങ്ങലും തിരുത്തലും സമ്പന്നമാക്കിയതാണ് തത്വശാസ്ത്രം. അങ്ങനെയാണ് ഫിലോസഫി എന്ന് പറയുന്ന ഒരു ബിഗ് സബ്ജക്റ്റ് പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് പറയുന്നത്. അതായത് എനിക്ക് ഫിലോസഫിയെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു ചിന്താ രീതികൾ ഉണ്ടായിരിക്കാം. ഞാൻ പഠിപ്പിക്കുന്ന രീതി വേറെ ആയിരിക്കാം, എൻ്റേതായൊരു രീതിയായിരിക്കും. അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഫിലോസഫിയെക്കുറിച്ച് പല രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പല രീതിയിലായിരിക്കാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു സംശയം തോന്നുമ്പോൾ ഓഫ്ലൈൻ മോഡിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്കും അത് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോഴാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് മോഡിൽ വരുമ്പോഴാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുള്ളൂ, നമുക്ക് കേട്ടിരിക്കാനും തോന്നത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ ഫിലോസഫി എന്ന് പറയുന്നത്. ദെൻ എന്താണ് അതിൻ്റെ വേർഡ് മീനിങ്, എവിടെ നിന്നാണ് വന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. The word philosophy is derived from the Greek words philos and sophia. അതായത് 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിലോസഫി എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത്, ഫിലോസ് ആൻഡ് സോഫിയ. ഫിലോസ് മീൻസ് ലവ്, സോഫിയ മീൻസ് വിസ്ഡം. അപ്പോൾ അതിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ഫിലോസഫിയുടെ ഡിസ്ക്രിപ്ഷനായിട്ട് അല്ലെങ്കിൽ ഡെറിവേഷനായിട്ട് നമുക്ക് എന്ത് പറയാം, ലവ് ഓഫ് വിസ്ഡം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണൊരു ഡെഫിനേഷൻ അവർ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു സാൻസ്ക്രിറ്റ് ബേസിൽ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അതൊരു ദർശൻ ആണ്, വിച്ച് മീൻസ് നോളജ് ഓഫ് റിയാലിറ്റി. അതായത് റിയൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നോളജാണ് സാൻസ്ക്രിറ്റിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. മലയാളത്തിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ഫിലോസഫി എന്ന് പറയുന്നത് അതൊരു തത്വശാസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു തത്വചിന്തയാണ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ മലയാളത്തിൽ അതിന് പറയുന്നത്. അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത് എന്താ, ആൻ ഏരിയ ഓഫ് തോട്ട് വിച്ച് ഡീൽസ് വിത്ത് ലവ് ആൻഡ് പെർസ്യൂട്ട് ഓഫ് വിസ്ഡം ബൈ ഇൻ്റലക്ച്വൽ മീൻസ് ആൻഡ് മോറൽ സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ എന്നൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്ന വ്യക്തിക്കും ഓരോ രീതിയിലുള്ള ഫിലോസഫി ആയിരിക്കും ഉണ്ടായിരിക്കുക, ഓരോ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും ഓരോ കാര്യങ്ങളോടും ഉണ്ടായിരിക്കുക. അത് നിങ്ങളുടെ ആ സബ്ജക്റ്റിനോടുള്ള അല്ലെങ്കിൽ ആ എന്തിനെക്കുറിച്ചാണോ നമുക്ക് അഭിപ്രായമുള്ള അതിനോടുള്ള നിങ്ങളുടെ താല്പര്യം, അതിനോട് നിങ്ങൾക്ക് വിവേകപൂർണമായി ചിന്തിക്കാൻ കഴിയുന്ന ആ ഒരവസ്ഥ, പിന്നെ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാഷ്വലായിട്ടുള്ളൊരു രീതിയിലാകാം, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ക്രിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ എങ്ങനെയാണോ ആ വസ്തുവിനെ നോക്കി കാണുന്നത്, അങ്ങനെ കുറേ രീതിയിലുള്ള ചിന്തകളിലൂടെയാണ് നമുക്ക് ഒരു വ്യക്തി ഒരു കാര്യത്തെ നോക്കി കാണുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. Philosophy is the study of general and fundamental problems such as those connected with existence, knowledge, values, reasoning, mind and language. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്ന ആളെ എടുക്കുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. ആസ് ആൻ ഏരിയ ഓഫ് തോട്ട്, ഫിലോസഫി ഡീൽസ് വിത്ത് ലവ് ആൻഡ് പെർസ്യൂട്ട് ഓഫ് വിസ്ഡം ബൈ ഇൻ്റലക്ച്വൽ മീൻസ് ആൻഡ് മോറൽ സെൽഫ് ഡിസിപ്ലിൻ. അത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഫിലോസഫി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പുറത്തോട്ട് ഇപ്പോൾ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ഉള്ള രീതിയിലേക്കൊക്കെ വരുവാണെങ്കിൽ ഫിലോസഫി എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സിസ്റ്റൻസിനെ ബേസ് ചെയ്തായിരിക്കും, നോളജിനെ ബേസ് ചെയ്തായിരിക്കും, വാല്യൂസിനെ ബേസ് ചെയ്തായിരിക്കും, പിന്നെ റീസണിങ്, മൈൻഡ് ആൻഡ് ലാംഗ്വേജ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫിലോസഫി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നതിന് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് കൊടുക്കാം. അതൊക്കെയാണ് ലവ് ഓഫ് നോളജ്, അതായത് അറിവിനോടുള്ള ഒരു സ്നേഹം, ഒരു ആക്ടിവിറ്റി, എ കോംപ്രഹെൻസീവ് പിക്ചർ ഓഫ് ദ യൂണിവേഴ്സ്, അതായത് നമ്മുടെ ലോകത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്നൊരു പിക്ചർ, എന്തോ ഒരു ഐഡിയ, എ ഗൈഡ് ടു വേ ഓഫ് ലൈഫ്, നമ്മൾ മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ഗൈഡ്. ഫിലോസഫി ആൻഡ് സയൻസ്, അതായത് ഫിലോസഫി ഒരു സയൻസ് ആയിരിക്കാം, എന്തോ സയൻസായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒന്നായിരിക്കാം. അപ്പോൾ
നമ്മൾക്ക് ഈ ബുക്സൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു സെൻറ്റൻസ് കേൾക്കാൻ പറ്റും. ഫിലോസഫി ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ഒറിജിനൽ ഡിസിപ്ലിൻ ഓഫ് തോട്ട്. അതായത് പണ്ട് മുതലേ ഉള്ള അല്ലെങ്കിൽ തുടക്കത്തിൽ മുതലുള്ള ഒരു തോട്ടാണെന്ന് പറയുന്നു ഫിലോസഫി. ഇറ്റ് ഈസ് കോൾഡ് എസ് ദ മദർ ഓഫ് ഓൾ ദ ഫിസ്റ്റസ് ആൻഡ് ദ സയൻസസ് ഓഫ് ഓൾ സയൻസ്. അതായത് എന്തിൻ്റെയും തുടക്കം ഫിലോസഫിയിൽ നിന്നാണ്. മദർ ഓഫ് ഓൾ ദ ഫിസ്റ്റസ് ആൻഡ് ദ സയൻസ് ഓഫ് ഓൾ സയൻസസ്. എല്ലാ സയൻസിൻ്റെയും മദർ എന്നുള്ള രീതിയിലാണ് ഫിലോസഫീനെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ 5 അപ്രോച്ചസ് ടു മീനിങ് ഓഫ് ഫിലോസഫി. ഞാൻ PPT ഉണ്ടാക്കിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചിലതൊക്കെ ഇങ്ങനെ മിസ്സായി പോയിട്ടുള്ളത് കേട്ടോ. ഫിലോസഫി എന്നാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ആസ് എ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ് ആൻഡ് ദ യൂണിവേഴ്സ്. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു ഫിലോസഫി, നമുക്ക് 55 പേർക്കും 55 രീതിയിലാണ് ജീവിതത്തോടുള്ള ഫിലോസഫി വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനോടുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ഓരോരുത്തരും ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും ചിന്താരീതികളെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതൊരു പേഴ്സണൽ ആറ്റിറ്റ്യൂഡാണെന്നാണ് പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്നത്. പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ് ആൻഡ് ദ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തോടും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനോടുമുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആസ് എ മെത്തേഡ് ഓഫ് റിഫ്ലക്റ്റീവ് തിങ്കിങ് ആൻഡ് റീസൺ എൻക്വയറി. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മളത് എങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നു. ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ ഫിലോസഫി എന്ന് പറയുന്നതും ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. എന്താണ് ഈ ഫിലോസഫി, മീൻസ് എന്താണ് ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതങ്ങനെയല്ല, അതൊരു റിഫ്ലക്റ്റീവ് തിങ്കിങ് ആണ് അല്ലെങ്കിൽ ഒരു റീസൺ എൻക്വയറി ആണ്. കുറച്ചും കൂടിയും ഡീപ്പായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം, പിന്നെ കൂടുതൽ വായിക്കണം. അപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് ഫിലോസഫി എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആസ് ആൻ അറ്റംപ്റ്റ് ടു ഗെയിൻ എ വ്യൂ ഓഫ് ദ വേൾഡ്. ഇപ്പോൾ ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ലോകത്തെ നോക്കി കാണാനുള്ളൊരു ഒരു കാഴ്ചപ്പാട്, ഒരു ശ്രമം, ഇതാണ് ഫിലോസഫി എന്ന്. ആസ് ദ ലോജിക്കൽ അനാലിസിസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ക്ലാരിഫിക്കേഷൻ ഓഫ് മീനിങ്. അതായത് ക്ലാരിഫിക്കേഷൻ ഓഫ് മീനിങ് എന്താ ലോജിക്കൽ അനാലിസിസ് ആണ് ഫിലോസഫി എന്ന് പറയുന്നത്. ആസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോബ്ലംസ് ആസ് വെൽ ആസ് തിയറീസ് എബൌട്ട് ദ സൊല്യൂഷൻ ഓഫ് ദീസ് പ്രോബ്ലംസ്. അതായത് എന്തൊക്കെയോ കുറേ പ്രോബ്ലംസ്, എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളും അതിനെ എന്തൊക്കെയോ റീസണിങ്ങിലൂടെ സോൾവ് ചെയ്യുന്ന ഒരു വേയുമാണ് ഫിലോസഫി എന്നാണ് പറയുന്നത്. ദെൻ കുറേ ആൾക്കാർ ഫിലോസഫീനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാനൊരു ദേശീയക്കാരിയാണ് അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് അതിനോട് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഫിലോസഫീനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അവരുടെ ബേസിൽ. നിങ്ങൾ ഈ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളും ശ്രമിക്കണം ഫിലോസഫിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഫിലോസഫിയെ കുറച്ചും കൂടി മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഫിലോസഫിക്ക് നിങ്ങളുടേതായ ഒരു ഡെഫിനിഷനും കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് ഫിലോസഫി. ഫിലോസഫി ഈസ് ദ സയൻസ് ഓഫ് നോളജ്. ഫിച്ചെ എന്ന് പറയുന്ന ആൾ പറയുന്നത് ഒരു ഫിലോസഫർ, നമ്മൾ അവരെ ഫിലോസഫർ എന്നാണ് വിളിക്കുന്നത്. അയാൾ പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ് ഓഫ് നോളജ്, അറിവിൻ്റെ ഒരു ശാസ്ത്രം എന്നൊക്കെയാണ് അദ്ദേഹം ഫിലോസഫീനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നത് ഫിലോസഫി ഈസ് എ ലോജിക്കൽ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ഓഫ് റിയാലിറ്റി. അതായത് നേച്ചർ ഓഫ് റിയാലിറ്റിയോടുള്ളൊരു ലോജിക്കൽ എൻക്വയറിയാണ് ഫിലോസഫി എന്നാണ് പറയുന്നത്. Philosophy, like science, consists of theories of insights arrived at as a result of the systematic reflection. ജോസഫ് എ ലിങ്ക്ടൺ പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്നത് ഒരു സയൻസിനെ പോലെയാണ്, ലൈക്ക് സയൻസ് ആണ്. കൺസിസ്റ്റ് ഓഫ് തിയറീസ്, അതിനകത്ത് ഇൻസൈറ്റ്സിനെ കുറിച്ചുള്ള തിയറീസ് ഉണ്ട്. സിസ്റ്റമാറ്റിക് റിഫ്ലക്ഷനിലൂടെ അറൈവ് ചെയ്തിരിക്കുന്ന തിയറീസ് ഓഫ് ഇൻസൈറ്റ്സ് ആണ് ഫിലോസഫിയിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ റഷ്വെൽ ഫിലോസഫി ലൈക്ക് അതർ സ്റ്റഡീസ് എയിംസ് പ്രൈമർലി അറ്റ് നോളജ്. പ്ലേറ്റോ philosophy aims at a knowledge of the eternal nature of things. Alfred Weber, philosophy is a search for comprehensive view of nature, an attempt at universal explanation of the nature of things. Philosophy is an increasing effort to discover the general truth that lies
behind the particular facts to discern also the reality that lie behind the appearance. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ ഫിലോസഫീനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് മാറുന്നതനുസരിച്ച് അങ്ങനെയാണ് അവർ ഫിലോസഫീനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2-3 ഡെഫിനിഷൻസ് എങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതാണ് എറ്റമോളജിക്കൽ മീനിങ്ങും ഡെഫിനിഷൻസൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫിലോസഫി എന്ന് പറയുന്നത് ഈസ് ലവ് ഓഫ് വിസ്ഡം ആണ്. ആസ് സച്ച് ദ എയിം ഓഫ് ഫിലോസഫി ഈസ് സെർച്ച് ഫോർ വിസ്ഡം ഓർ നോളജ്. അതായത് വിവേകത്തിനോ അല്ലെങ്കിൽ അറിവിനോ ഉള്ള ഒരു സെർച്ചാണ് ഫിലോസഫി എന്നാണ് പറയുന്നത്. വൺ ഹു എൻഗേജ്ഡ് ഇൻ ദിസ് പ്രോസസ് ഈസ് കോൾഡ് എ ഫിലോസഫർ. അതായത് വിവേകത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അറിവിന് വേണ്ടിയോ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിലോസഫർ എന്ന് പറയുന്നത്. എറ്റമോളജി വേർഡ് മീനിങ് പഠിച്ചു. ഫിലോസ് എന്ന് പറഞ്ഞാൽ ലവ് ആണ്, സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം ആണ്. അപ്പോൾ ഫിലോസഫീനെ ലവ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഫിലോസഫി ഈസ് ദ സ്റ്റഡി ഓഫ് ജനറൽ ആൻഡ് ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് സച്ച് എസ് ദോസ് കണക്റ്റഡ് വിത്ത് എക്സിസ്റ്റൻസ്, നോളജ്, വാല്യൂസ്, റീസൺസ്, മൈൻഡ് ആൻഡ് ലാംഗ്വേജ്. Then as a whole philosophy എന്ന് പറഞ്ഞാൽ love of knowledge and activity, a comprehensive picture of the universe, a guide to a way of life, philosophy and science. 5 approaches പഠിച്ചു ഫിലോസഫിയുടെ. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നോട്ടിലെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി പോലെ തരുവാണ്. വാട്ട് ഈസ് ഫിലോസഫി? What is the etymological meaning of philosophy? Write the characteristics of philosophy. 3 questions ആണ് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരുന്നത്. What is philosophy? What is the etymological meaning of philosophy? Write the characteristics of philosophy. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാം. എൻ്റെ നമ്പർ ഗ്രൂപ്പിലുണ്ടായിരിക്കും. നോട്ട്സ് ഞാൻ അയച്ചു തരാം. അതിനകത്തും ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് പറയണം. അപ്പോഴാണ് എനിക്ക് അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്നൊക്കെ നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.